സീതയുടെ പര്യായമായതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിന്താവിഷ്ടയായ സീതയിൽ സീത, കുമാരനാശാൻ്റെ സീത രാമനെ വിമർശിക്കുകയാണ്, അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. അപ്പോൾ രാമനെ വിമർശിക്കുന്ന ഒരു കഥാപാത്രത്തെ, അതും സീത തന്നെയായിരിക്കുന്ന കഥാപാത്രത്തെ ഇവിടെ പറ്റില്ല ഈ നാട്ടിൽ എന്ന് നാളെ ഇവർ സെൻസർ ബോർഡ് വന്ന് പറഞ്ഞാൽ കുമാരനാശാനെയൊക്കെ മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് നിരോധിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇതൊക്കെ അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഒന്നുകിൽ ഈ സിനിമാക്കാരൻ എന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന, അനുപമ പരമേശ്വരനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് ഈ മറ്റുള്ള പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലോ എന്ന് കരുതിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നോക്കുമ്പോഴാണ് ഇത് വസ്തുതാപരമാണ് എന്ന് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നത് ഹർഷൻ, ഇത് ഈ സെൻസർ ബോർഡിലൊക്കെ ഈ പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ധാരയെ ഇങ്ങനെ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് രാജ്ഭവനിൽ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അബ്സേർഡ് ആയിട്ടുള്ള വിവരദോഷമാണെന്ന് ആദ്യ കേൾവിയിൽ തന്നെ തോന്നുന്ന ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മട്ടിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ രാഷ്ട്രീയം, ഇവർ ഉദ്ദേശിക്കുന്ന ചില രാഷ്ട്രീയത്തെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ പറ്റും. അതായത് ഹിന്ദു ദൈവങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്, ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, അത് ഇന്ന പേരുകളാണ് അവ എന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയെ ഇങ്ങനെ പ്രസരിപ്പിക്കാനായിട്ട് നിസ്സാരവും അങ്ങേയറ്റം പരിഹാസ്യവുമായുള്ള വിവാദങ്ങൾ അഴിച്ചുവിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.